നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ട് അധികം ഒച്ച എടുക്കണ്ട. പോകും മുമ്പ് ഒന്ന് കണ്ടു പറഞ്ഞിട്ട് പോകണമെന്നുള്ള മര്യാദ വിചാരിച്ചു വന്നു. അതിന്റെ പേരില് അധികം അങ്ങ് നകളിക്കണ്ട. പിന്നെ ഗിരിജ പറഞ്ഞിട്ട് പോയതുപോലെയല്ല, അന്നും ഇന്നും ഞാൻ സഹോദരിയുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ മനുഷ്യ സഹജമായ ചില തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കി അങ്ങോട്ട് തന്നിട്ട് തന്നെയാ. എന്നെ കൊല്ലാൻ ആളെ വിട്ടതാണോ ഈ മനുഷ്യ സഹജം? പിന്നെ തരം താഴ്ന്ന രീതിയിൽ തറ ഭാഷയിൽ സംസാരിച്ചിട്ട് പോയ നിന്റെ ഭാര്യ കൈപിടിച്ച് കയറ്റിയ കഥ വിളമ്പിയല്ലോ. ഈ മരുവത്തൂരിൽ കാലെടുത്തു വെച്ച നിമിഷം മുതൽ എനിക്കെതിരെ പോരടിച്ചവളാ ഗിരിജ. നീ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് പല തവണ എനിക്ക് നേരെ അമ്പെറിഞ്ഞു. പക്ഷെ ഗിരിജയോ എന്റെ മോനെ പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചവളല്ലേ. രൂപേഷിന്റെ കല്യാണത്തിന്റെ അന്ന് പോലും പാലിൽ വിഷം ചേർത്തു. അത് ചേച്ചിയെ ദർശനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ചേച്ചിയെ മാത്രമല്ല, ഈ വീട്ടിലെ സകലരെയും എനിക്കെതിരെ തിരിച്ചത് അവളാ. അവളെ ഞാൻ വെറുതെ വിടില്ല. ദർശന എന്റെ മകന്റെ ഭാര്യ മാത്രമല്ല, എന്റെ വയറ്റിൽ പറഞ്ഞില്ലെങ്കിലും അവൾ എനിക്ക് മകളാ. അവളുടെ നേർക്ക് വിരലൊന്ന് ചൂണ്ടിയാൽ പോലും ആ കൈ ഞാൻ വെട്ടു. നിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അടിമയെ പോലെ നിന്റെ പല കൊള്ളയ്ക്കും കൊള്ളരുതായ്മയ്ക്കും ഞാൻ മറ പിടിച്ച് നിന്നിട്ടുണ്ട്. അത് പഴയ സുമംഗല. ഈ സുമംഗല നേരിട്ട് നിന്നോട് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്ന മരുവത്തൂരിലെ സുമംഗല തങ്കച്ചിയാ. ഇനി എന്റെ നേർക്ക് വന്നാൽ പവിത്ര, എല്ലാത്തിന്റെയും കണക്ക് തീർത്തിട്ടേ ഞാൻ പിന്മാറൂ. പിന്നെ ദർശന അവളുടെ കൈവാക്കിന് ചെന്ന് വീണാൽ മണ്ണ് നക്കുന്നത് നിന്റെ നാക്കും പല്ലുമായിരിക്കും. വേഗം ചെല്ല്. നിന്റെ സർവനാശത്തിനും സർവസഹകരണവും തരാൻ കൂടെയുള്ളവളെ കുറച്ച് സമയമേ തന്നിട്ടുള്ളൂ. അത് തീർന്നാൽ അവളങ്ങ് പോകും. പിന്നെ നീ നിന്നിട്ട് നിനക്ക് നന്മ സംഭവിച്ചാലോ? അതുണ്ടാവരുത്. ചെല്ല്. പോകുമ്പോ വാലുണ്ടെങ്കിൽ ഒന്ന് നീട്ടി ആട്ടിയേക്ക്. നന്ദി കാണിക്കണ്ടേ? ഞാൻ പോകാൻ തന്നെയാ വന്നത്. പക്ഷേ മരുവത്തൂരിൽ ഒപ്പം നിന്നപ്പോ കണ്ട പവിത്രനെ ആയിരിക്കില്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സർവശക്തനായ പൊന്നമത്ത് പവിത്രനെ ആയിരിക്കും. അത് നേരിടാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവില്ല. നോക്കിക്കോ. ഇറങ്ങിപ്പോടാ, നിന്ന് കുരയ്ക്കാതെ. കാണാം. ആ കാണാം. പോടാ, പോ. ദർശനെ, മര്യാദയ്ക്ക് എന്റെ മോളെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ എന്റെ കൈയുടെ ബലം നീ അറിയും. നാക്കിന്റെ ബലം അറിയുമെന്ന് പറഞ്ഞ സമ്മതിച്ചു തരാം. വെണ്ണ പോലുള്ള തളതളാന്ന് കിടക്കുന്ന കൈയെ ഞാനൊന്ന് പിടിച്ച ചുള്ളിക്കം പൊടിയുന്നത് പോലെ 3-4 പീസാവും.
ശ്രേയെ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ അമ്മ കല്യാണത്തിന് ആശീർവദിക്കാൻ വന്നതല്ലേ? അയ്യോ, വെറ്റിലെ നാണയവും ഇല്ലല്ലോ. ആ, അല്ലെങ്കിൽ കാലി തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാമായിരുന്നു. സാരമില്ല ശ്രേയ, ചെന്ന് അനുഗ്രഹം വാങ്ങിക്ക. ഗുരുത്വദോഷം വരുത്തി വെക്കണ്ട. നീ എന്തിനാണ് ഇവളുടെ മുറി കയറി അടയിരിക്കുന്നേ? വാ, നമുക്ക് ഇറങ്ങാം. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കേണ്ട കാര്യമില്ല. ഞാനും നിന്റെ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങാം. ഞാൻ വരുന്നില്ല അമ്മേ. വരുന്നില്ലേ? ധിക്കാരം പറയുന്നു. കണ്ടവന്റെ പെടലി തൂങ്ങാനല്ല ഞാൻ നിന്നെ വളർത്തിയത്. തർക്കിച്ചു നിന്ന് സമയം കളയല്ലേ. നിന്റെ അച്ഛൻ സുമംഗല തങ്കച്ചിയോട് ബൈ പറയാൻ പോയിരിക്കുവാ. വേഗം വാ. വരാൻ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? വരുന്നില്ലേ? ഇങ്ങോട്ട് പാടി. അതെ, ഇതുവരെ എല്ലാം ഓക്കെ. ഈ ബലപ്രയോഗം വേണ്ട. നിയമപരമായി പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് ശ്രേയ. പോരെങ്കിൽ വിവാഹിതയും. ഇവളുടെ ഭർത്താവ് നിഖില് അപ്പുറത്തുണ്ട്. ശ്രേയയുടെ സമ്മതമില്ലാതെ നിങ്ങൾ അവളെ കൊണ്ടുപോവില്ല. ഈ അസമയത്ത് എന്റെ മുറിക്കുള്ളിൽ നിങ്ങളുടെ കളിയാട്ടം ഒന്നും വേണ്ട. കുറച്ചു മുൻപ് അമ്മ പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ. വേഗം സ്ഥലം വിടാൻ നോക്ക്. അമ്മ പറഞ്ഞതുകൊണ്ടാ തൊണ്ടി മുതലോടെ നിങ്ങളെ കൊണ്ടുപോവാൻ കരുണങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടതാ. ഇനിയും എന്റെ ഒരു ഫോൺ കോള് മതി, അങ്കിൾ ഇപ്പൊ ഇവിടെ എത്തും. നീ വരുന്നുണ്ടോ ഇല്ലയോ? നിനക്ക് ഇഷ്ടമുള്ള പയ്യന് സമയമാവുമ്പോ 1.5 കിലോ സ്വർണവും പുതുപുത്തൻ ലക്ഷറി കാറും തന്ന് കേരളം കണ്ടിട്ടില്ലാത്ത ആർഭാടത്തോടെ ഞങ്ങൾ നിന്നെ കെട്ടിക്കും. 1.5 കിലോ സ്വർണം മാത്രമേ ഉള്ളോ? അതോ താലികെട്ടിന്റെ കൂടെ ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ 28 കൂടി നടത്തുവോ? എങ്ങനെയാ പ്ലാൻ? പിന്നെ ആ നിഖിലിന്റെ കുഞ്ഞ്, അത് നമുക്ക് വേണ്ട മോളെ. നഴ്സറി കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും പോലെ വരും വരായികകള് നിന്റെ ചെവിയിൽ ഓതി തന്നതല്ലേ ഞാൻ. നീ ഒക്കെ സമ്മതിച്ചതുമല്ലേ? നിന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ ആ പരമ വഞ്ചകനെ വേണ്ടെന്ന് നീ ആണേട്ട് പറഞ്ഞതല്ലേ? എന്നിട്ട് ഇവളുടെ വാക്ക് കേട്ടപ്പോ നീ അതെല്ലാം മറന്നോ? വാ മോളെ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല.